നേതാവ് വി.ഡി. സതീശനെ തള്ളി മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമല്ല മുസ്ലിം ലീഗിനെന്ന് കെ.എം. ഷാജി പറയുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്നും അത് ആരാണ് വിട്ടുകൊടുത്തതെന്ന് കണ്ടെത്തണമെന്നും കെ.എം. ഷാജി പറഞ്ഞു. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ്. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ്? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? അവനെ പിടിക്കേണ്ടത് മുസ്ലിം ലീഗാണോ? മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, കഴിഞ്ഞ ദിവസം കൂടി പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചിരുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന്. ഒപ്പം തന്നെ മുനമ്പത്തേത് ഈ ഒരു പ്രശ്നത്തിന്, ഇവിടുത്തെ ഭൂമി പ്രശ്നത്തിന് ഇപ്പോഴത്തെ വഖഫ് ബില്ല് പരിഹാരമല്ലെന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ പൂർണ്ണമായും തള്ളുകയാണ് കെ.എം. ഷാജി. തീർച്ചയായും വി.ഡി. സതീശനെ പരിപൂർണമായി തള്ളുകയാണ്. അഭിപ്രായം അല്ല മുസ്ലിം ലീഗിന്റേത് എന്നുകൂടി വ്യക്തമാക്കുന്നു. അതിൽ നിന്ന് വ്യക്തമാവുന്ന മറ്റൊന്നാണ്, മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ പോലും ഇത്തരത്തിലൊരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. വി.ഡി. സതീശൻ പറഞ്ഞ അഭിപ്രായത്തെയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഉന്നയിച്ച അഭിപ്രായത്തെയോ മറ്റ് കക്ഷികൾ ഉന്നയിച്ച അഭിപ്രായം ഒന്നും പറയുന്നതിന് അപ്പുറം പ്രതിപക്ഷ നേതാവിന്റെ ഒരു അഭിപ്രായം പരിപൂർണമായി തള്ളുകയാണ്. ലീഗ് നേതൃത്വത്തിൽ നിന്നും വ്യത്യസ്തമായി ആരും ഇത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ മെനക്കെടാതെ അതിൽ നിന്നും വ്യത്യസ്തമായാണ് കെ.എം. ഷാജി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. ആ വഖഫ് ഭൂമി ഓരോരുത്തരുടെ കയ്യിലേക്ക് എത്തിയത് എങ്ങനെയെന്നതാണ് സർക്കാർ അന്വേഷിക്കേണ്ടത്. അതിന് സർക്കാർ മുതിരുന്നില്ല എന്നുകൂടി ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുകയാണ് ലീഗിന്റെ പൊതുസമ്മേളനത്തിൽ ഷാജി ചെയ്തതെങ്കിലും വി.ഡി. സതീശനെ പരിപൂർണമായി തള്ളുകയും ലീഗ് നേതൃത്വത്തിൽ ഇതുവരെ വരാത്ത ഒരു ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് കെ.എം. ഷാജിയിലൂടെ വന്നിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സേതു, തീർച്ചയായും ശാന്തകുമാർ, മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നും ഇവിടുത്തെ ഭൂമി പ്രശ്നത്തിന് ഇപ്പോഴത്തെ വഖഫ് ബിൽ പരിഹാരമല്ലെന്നും കഴിഞ്ഞ ദിവസം പോലും സമരവേദി സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ കെ.എം. ഷാജി. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.